നമസ്കാരം രാജേഷ്. നമസ്കാരം സാർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് രാജേഷ് വന്നതുകൊണ്ട് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള രാജേഷ് തിരിഞ്ഞിരിക്കണം. അത് ഇച്ചിരി കുറഞ്ഞോ സാർ? ഇന്നലെ കട്ട് ചെയ്തതാണ്. അയ്യോ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്യൂ ആണ് സാർ. അച്ഛന് ഹെയറിന്റെ ലെങ്ത് കൂടുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഈഗോ. അല്ല എന്റെ പാറു, രാജേഷിന്റെ 2 പറ്റു പറ്റിയിട്ടുണ്ട്. എന്റെ മാനേജർ അറിയാലോ വാവാ, ഈ രാജേഷെ തിരിഞ്ഞു നിന്നിട്ട് ഇത് ഏതോ പെൺകുട്ടിയാന്ന് പറഞ്ഞു അവൻ പോയി കെട്ടിപ്പിടിച്ചു. അത് അവൻ പിടിച്ചപ്പോ രാജേഷ് വിചാരിച്ച അതേതോ പെൺകുട്ടിയാന്ന്. അപ്പൊ രണ്ടുപേരും തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞപ്പോ 2 ഭീകര ജീവികൾ. പറ്റുന്നുണ്ട് പോട്ടെ. അതൊക്കെ രാജേഷെ കണ്ടതിൽ കുറെ സന്തോഷം. ഒരു അസാധ്യ മ്യൂസിഷ്യനാണ്, പറയേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളൊരു സ്റ്റേജ് ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അത് അസാധ്യമായിട്ട് രാജേഷ് വായിച്ചു. എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ല, അതുള്ള സത്യവും കൂടാണ്, അത് ഞാൻ പറയട്ടെ. പിന്നെ രാജേഷ് ഇപ്പൊ എന്റെ ഒരു പാട്ട് വായിച്ചത് ഈ ഇടയ്ക്കും ഒരു പയ്യൻ എനിക്ക് എടുത്ത് അയച്ചു തന്നു. എനിക്കത് കരയാതെ, അത് സത്യമാണ് ഞാൻ പറയുന്നത്. അത് മനോഹരമായിട്ട് പ്ലേ ചെയ്തു. ഒത്തിരി സന്തോഷം സാർ. സാറിൽ നിന്ന് അങ്ങനെ ഒരു വാക്കുകൾക്ക്, കാരണം ഭയങ്കരമായിട്ട് പേടിച്ചാണ് വായിച്ചത്. കാരണം അറിയാലോ, ഞാനൊന്ന് ചിക്കാരി ഇത്രയ്ക്ക് വെടിവെക്കാൻ. പക്ഷെ അതോടുകൂടി ടെൻഷനൊക്കെ മാറിയില്ലേ? അല്ല, എന്താ പറയാ, സാറോട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കൂടുന്നത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ്. പക്ഷെ ആ ഒരു വേദി ഞങ്ങളൊരു ചാരിറ്റിക്ക് വേണ്ടി സാർ വളരെ ഞങ്ങളോട് സഹകരിച്ചൊരു മഹത് വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു 2.5-3 മണിക്കൂർ ഷോ നിർത്താൻ ആൾക്കാർ സമ്മതിച്ചില്ല. ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. സാർ ചോദിച്ചു നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു സാർ നമുക്കൊന്നും പ്ലാൻ ചെയ്യേണ്ട, ലൈവിൽ എല്ലാം വന്നോളും. സാർ ആ ഒരു വേദി എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്തൊരു വേദിയാക്കി മാറ്റി. കുറേ മ്യൂസീഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ സാറിലൂടെ സാധിച്ചു. സാറിന് അതൊരു സ്പെഷ്യൽ താങ്ക്സ്. സന്തോഷമല്ലേ? അതെ 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 അതെ. ഓക്കെ രാജേഷ് ചേട്ടാ, ഇപ്പൊ ഒരാളൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കാന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ നമുക്ക് അറിയണ്ടാവില്ല ഇതൊക്കെ എവിടെ ചെന്ന് എത്തും, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലേക്ക് ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമ്മുടെ കരിയർ പോകുന്നൊക്കെ. രാജേഷ് ചേട്ടന്റെ എങ്ങനെയായിരുന്നു ഈ ഫ്ലൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്ട്രുമെന്റിനോടൊരു ഇഷ്ടം, പഠിക്കാനുള്ളൊരു ഇഷ്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചേട്ടനാണ് പഠിച്ചു തുടങ്ങിയത്, ഷാജി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അദ്ദേഹം വായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ ഒരു കൊച്ചു ക്ലാസ്സിനൊരു ട്രൂപ്പ് തൊട്ടടുത്തുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ബൽറാം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. പിന്നെ വളരെ കുറച്ചാണ് പഠിച്ചത്, ഒരു 3 മാസമാണ് ആദ്യത്തെ ഒരു കോഴ്സ്. അതിനുശേഷം ഇങ്ങനെ ചെറിയൊരു പ്രോഗ്രാമൊക്കെ വായിച്ചു തുടങ്ങി. പിന്നെ ദൈവകൃപയാൽ ഇങ്ങനെ, പിന്നെ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട മ്യൂസീഷ്യൻസ്, ഒത്തിരി മ്യൂസീഷ്യൻസിന്റെ സപ്പോർട്ടർ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. എന്നാലും ഈ ഫ്ലൂട്ട് വായിക്കുന്ന രാജേഷ് എല്ലാവർക്കും എന്താ ഒരേ പേര്? അതിനൊരു കഥയുണ്ട്. അതായത് വേറെ രാജേഷ് ഉണ്ടോ? ജാസി ഗിഫ്റ്റിന്റെ ഒരു ഫിലിമിലാണ് ഫസ്റ്റ് ടൈം വായിക്കുന്നത്. അപ്പോ ഈ രാജേഷ് ചേർത്തൽ എന്ന് അറിയാതൊരു പേര് വന്നത് ഇതുപോലെ കുറെ രാജേഷ്മാരുള്ളതുകൊണ്ടാണ്. ആദ്യമായിട്ട് സീഡിൽ ഞാൻ പോലും അറിയാതെ ചേർത്തല വന്ന് ചേർന്നത്. ഞാൻ രാജേഷിന്റെ ഭയങ്കര കട്ട ഫാനാണ് സാറേ. ഞാൻ ഒരിക്കലും ഒരു പാട്ട് ഇങ്ങനെ എൻ്റെ ഒരു രാജേഷിന്റെ ഒരു ബ്രദർ എനിക്ക് അയച്ചു തന്നു ഒരു പാട്ട്. അപ്പോൾ ഞാൻ എത്ര കേട്ടിട്ടും ഇപ്പോൾ ആൾക്കാർ എന്നോട് പറയാറുണ്ട്, രാജേഷേട്ടാ ഞാൻ പാട്ട് കേട്ടിട്ട് എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. ഞാൻ ഈ രാജേഷിനെ വായിച്ചൊരു പാട്ട് ഇങ്ങനെ കേട്ട് രാത്രി 1 മണി 2 മണിയായി എനിക്ക് ഉറക്കം വരുന്നില്ല. അത്ര ബോറായിരുന്നു സാർ. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. സത്യം. ഞാൻ എന്നിട്ട് കാറിൽ പോയിരുന്ന രാജേഷേട്ടൻ വായിച്ചിരുന്ന പാട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്ലൂട്ട് എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ വായിച്ചു. ഒരു 3-4 മണി ഉറങ്ങിയപ്പോഴേ എനിക്ക് അത്ര ഇഷ്ടമാണ് രാജേഷേട്ടൻ്റെ പ്ലേ. അടിപൊളി. രാജേഷ് നമ്മുടെ ചക്രയാ. ഈ 2 രാജേഷുമാരും ഇതൊരാള് വീട് വെച്ച് തീർന്നിട്ടില്ല. അതിന് മാത്രമേ എനിക്ക് അങ്ങനെ അദ്ദേഹമായിട്ട് ചേർച്ചക്കുറവുള്ളൂ. ഇപ്പൊ പറഞ്ഞു തീർന്നേ ഉള്ളൂ. സാർ എപ്പോ ചോദിച്ചാല് എപ്പോ കണ്ടാലും ചോദിക്കും വീട് പണി എന്തായി, വീട് പണി എന്തായി. കാര്യം എന്ന് പറഞ്ഞ രാജേഷ്, ഞാൻ ഈ രാജേഷിനെ എന്റെ ഒരു വർക്കിന് വായിപ്പിക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും പറ്റത്തില്ല സാറേ, ഞാൻ എനിക്ക് വീട് വെച്ചോണ്ടിരിക്കുക സാർ. അത് പേടിച്ചിട്ടാ. അല്ലല്ല, ഇത് അംബാനി പോലും കെട്ടി തീർത്ത്. ഇതെന്തോന്നിത്, ഇത്ര ഒരു വീട് കെട്ടാൻ വലിയ ബുദ്ധിമുട്ട്. രാജേഷേ, എനിക്കുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചോദ്യം, ഈ ഷേപ്പ് ആയത് എപ്പോഴാണ്? ഈ മുടി വളർത്തി മീശ കളഞ്ഞ് അത് എപ്പോഴാണ് സംഭവിച്ചത്? സാറേ, മുടി വളർത്തിയത് ജാൻസൺ എന്നൊരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ, ഫ്ലൂട്ടിസ്റ്റ്. അപ്പൊ ജാൻസൺ മാഷ് എല്ലാവർക്കും അറിയാലോ, ഇഷ്ടംപോലെ വർക്ക് ഞാൻ ആരോ പറഞ്ഞു കേട്ടു ജാൻസൺ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ കേട്ടാണ് ഞാൻ വളർന്നത്. ഓഹോ, കേട്ട് വളർന്ന മുടിയാന്നേ ഉള്ളൂ. അല്ല അന്നിങ്ങനെ പറഞ്ഞു. സത്യം അത് ഒരിക്കലും നമുക്ക് ടാലിയാൻ പറ്റില്ല സാർ. എന്താ പറയാ, അപ്പോ അന്ന് മുതൽ ഞാൻ കേട്ടു അദ്ദേഹം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇടും,
മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇതിലാണ് മുടി വളർത്തി തുടങ്ങിയത്. പിന്നെ യാദൃശ്യമായിട്ട് അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ അതിനുശേഷം പിന്നെ ഈ മീശയുടെ എന്ന് വെച്ചാൽ ഞാനൊരു ന്യൂ ഇയർ ഒരു ഷോയ്ക്ക് പോകുന്ന നേരത്ത് അപ്പോൾ ഫോറിനേഴ്സ് വരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഞാൻ ഒന്ന് വൃത്തിയായിട്ട് പോകാമെന്ന് ഓർത്ത് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തു. ഹിറ്റ്ലറെ പോലെ സൈഡ് രണ്ടോ ഒരു സൈഡ് കട്ട് ചെയ്തപ്പോഴേക്ക് ഇവിടെ ഇച്ചിരി കൂടിപ്പോയി, കയറിപ്പോയി. പിന്നെ അങ്ങനെ 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 വന്നു അവസാനം അന്ന് വേറൊരു രക്ഷയില്ലാതെ മൊത്തം എടുത്ത് കളഞ്ഞു. ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു, എങ്ങനെയുണ്ട് കോലം? ഭയങ്കര അഭിപ്രായമായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല, എന്തൊക്കെയാണ് രാജേഷിനെ നല്ല രസമാണ് നിങ്ങളെ കാണാൻ. ഒരു ഐഡിയ പെട്ടെന്ന് എവിടെ നിന്നാലും അറിയാൻ പറ്റും, തിരിഞ്ഞു നിൽക്കരുത്. പിന്നെ പാറു, എന്റെ മാനേജർ ഉണ്ടല്ലോ ബാബ, ഈ രാജേഷ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര എന്ത് കൊടുത്തിട്ട് ഇനി കൈക്കൂലി വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞോടാ അവന്. ഇപ്പൊ എടാ ഒരു തവില് എടുക്കാനുണ്ട്, നീ അപ്പൊ സ്റ്റുഡിയോ ഒന്ന് പറഞ്ഞേക്ക്. ശരത്തേട്ടൻ നമുക്ക് രാജേഷ് ചേർത്തലെ വിളിച്ചാല്, ഞാൻ പറയാം തവിലിനോ അല്ല ചോദിച്ചു നോക്കാം. ഏത് ഇൻസ്ട്രുമെന്റ് പറഞ്ഞാലും രാജേഷ് അവസാനം വെറുപ്പിച്ച് ഈ പേര് പറഞ്ഞിട്ടവൻ അവൻ ഇനി വിളിക്കണ്ടെന്നൊക്കെ. ഓക്കെ.